എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാമത് വാക്യം. ആ വാക്യം ഇങ്ങനെ കാണുന്നു: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നുള്ള വചനമാണ്. യാക്കോബ് അപ്പോസ്തലൻ ജ്ഞാനികളെക്കുറിച്ചും വിവേകികളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുമ്പോൾ 2 തലങ്ങളിലാണ് ജ്ഞാനികൾ ഉള്ളതെന്ന് ഓർപ്പിക്കുകയാണ്. അവർക്ക് ലഭിച്ചതായ ജ്ഞാനത്തിലും വിവേകത്തിലും അവരൂന്നി അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മനോഭാവത്തോടുകൂടി നടക്കുന്ന ധാരാളം ആളുകളെ ഈ ലോകത്ത് കാണുവാൻ കഴിയും എന്നുള്ള വാക്കുകൾ യാക്കോബ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കാൾ അധികം സൗമ്യതയോടുകൂടി നല്ല നടപ്പിൽ അവർ തങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ കാണിക്കുവാൻ ഉത്സാഹിക്കുന്നു എന്നുള്ളതായ കാര്യമാണ്. ദിവ്യജ്ഞാനത്തിൻ്റെ അതിപ്രധാനമായ ചില സവിശേഷതകളെക്കുറിച്ച് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ജ്ഞാനം നിർമ്മലമായിരിക്കും, അല്ലെങ്കിൽ പവിത്രമായിരിക്കും എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. 2, സമാധാനപരമായിരിക്കും അവരുടെ ജ്ഞാന ജീവിതം എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. 3-ാമത്തെ വാക്ക് ശാന്തത അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നോർപ്പിക്കുന്നുണ്ട്. 4, ജ്ഞാനികളായ ആളുകളെ സംബന്ധിച്ച് അവർ വളരെ അനുസരണമുള്ളവരായി അവരുടെ കാലഘട്ടം കഴിക്കും എന്നോർപ്പിക്കുകയാണ്. 5, കരുണ നിറഞ്ഞവരായി അവർ തീരുന്നു. 6, സൽപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. 7, പക്ഷപാതമില്ലാതെ അവർ പ്രവർത്തിപ്പാനിടയാകും. 8, കപടമില്ലാത്തവരായി ജീവിപ്പാൻ അവർ ഉത്സാഹിക്കും എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ ദൈവിക ജ്ഞാനികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാനും ജ്ഞാനിയും ആരാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ അത്യുന്നതനായ ദൈവം മനുഷ്യരെ ശ്രദ്ധിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. ദൈവത്തെ കണ്ടെത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ 8 സവിശേഷതകൾ പ്രധാനമായി നിലനിൽക്കുന്നു എന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഈ ലോക ജീവിതത്തിന് നമുക്കാവശ്യമാണ്. എങ്കിലും അതിലുപരിയായി ദൈവികമായ ജ്ഞാനമുള്ളവരായി നാം തീരുകയും ആ ദൈവിക ജ്ഞാനത്തിൻ്റെ അടയാളമായി ഞാൻ ഓർമ്മപ്പെടുത്തിയ തലങ്ങളിലുള്ള സവിശേഷതയുള്ളവരായി നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്കുള്ള ജ്ഞാനത്തിൽ ഞങ്ങൾ പ്രശംസിക്കുന്നവരും ഞങ്ങൾ അഹങ്കരിക്കുന്നവരുമായിട്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നിർമ്മലരും സമാധാനത്തിലും അനുസരണത്തിലും കരുണയിലും സൽപ്രവൃത്തിയിലും കപടമില്ലാത്ത സാഹചര്യത്തിലും ഒക്കെ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രത്യേക സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദിവ്യമായ ദൈവിക ജ്ഞാനമുള്ളവരും ആ സ്വഭാവ വിശേഷതയുള്ളവരുമായി ജീവിപ്പാൻ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.